നമസ്കാരം. പിന്നോറോബി അനലിറ്റിക്കൽ ടാരോയിലേക്ക് ഏവർക്കും സ്വാഗതം. കാലം എപ്പോഴും മാറിക്കൊണ്ടിരിക്കുകയാണ്, അതിനൊപ്പം നമ്മുടെ ജീവിതത്തിലെ സാഹചര്യങ്ങളും. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ ജീവിതത്തെ സംബന്ധിച്ച് ഏറ്റവും നിർണായകമായ ഒരു സമയത്തെക്കുറിച്ചാണ്. അടുത്ത 30 ദിവസം നിങ്ങളുടെ ജീവിതത്തിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നത്? നിങ്ങളുടെ കരിയറിൽ, സാമ്പത്തിക മേഖലയിൽ, പ്രണയത്തിൽ, ആരോഗ്യത്തിൽ ഒക്കെ വരാൻ പോകുന്ന ആ വലിയ മാറ്റങ്ങൾ എന്തൊക്കെയാണ്? പ്രപഞ്ചം അടുത്ത ഒരു മാസത്തേക്ക് നിങ്ങളുടെ മുന്നിലേക്ക് വെച്ചു നീട്ടുന്ന അവസരങ്ങളും നിങ്ങൾ സൂക്ഷിക്കേണ്ട കാര്യങ്ങളും എന്തൊക്കെയാണെന്ന് നമുക്ക് ടാരോ കാർഡുകളിലൂടെയും അതുപോലെ തന്നെ ഓരോ മേഖലകളിലെയും ഗൈഡൻസിനായിട്ട് ഒറാക്കിൾ കാർഡുകളിലൂടെ യൂണിവേഴ്സ് നൽകുന്ന മെസ്സേജുകളും നമുക്ക് കൃത്യമായിട്ട് നോക്കാം. നിങ്ങളുടെ മനസ്സ് ശാന്തമാക്കി പോസിറ്റീവായ ഊർജത്തോടെ ഈ റീഡിങ് കാണുക. ഓക്കെ, അപ്പൊ നമ്മൾ ഇൻറ്റ്യൂട്ടീവിലെയാണ് സാധാരണ പോലെ തന്നെ റീഡ് ചെയ്യുന്നത്. നിങ്ങളുടെ ജീവിതത്തിൽ എന്തു മാറ്റമാണ് ഈ വരുന്ന 30 ദിവസങ്ങൾക്കുള്ളിൽ സംഭവിക്കാൻ പോകുന്നത്? നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ മേഖലകളിലും നിങ്ങൾക്ക് എന്ത് സന്ദേശമാണ് അത് സംബന്ധിച്ച് യൂണിവേഴ്സിന് നൽകാനുള്ളത് എന്നാണ് നമ്മൾ ഈ കാർഡുകളിലൂടെ നോക്കുന്നത്. അപ്പൊ നമുക്ക് എന്തൊക്കെ കാർഡാണ് കിട്ടിയിരിക്കുന്നത് നോക്കാം. ആദ്യം തന്നെ 3 ഓഫ് കപ്സ്, വളരെ പോസിറ്റീവ് ആയിട്ടുള്ള കാർഡാണ്. 4 ഓഫ് സോർഡ്സ്, 2 ഓഫ് സോർഡ്സ്, കിങ് ഓഫ് കോയിൻസ്, കിങ് ഓഫ് പെന്റക്കിൾസ് ആണത്, ഹെർമിറ്റ്, മേജർ ആർക്കാന, ഹാൻഡ്മാൻ, അനദർ മേജർ ആർക്കാന, ഡെത്ത്, വീണ്ടും മേജർ ആർക്കാന കാർഡാണ്. കാര്യമായ മാറ്റങ്ങൾ നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കാൻ പോകുന്നു. ക്യൂൻ ഓഫ് കോയിൻസ്, നൈറ്റ് ഓഫ് കോയിൻസ് ആൻഡ് 9 ഓഫ് കപ്സ്. ഓക്കെ, ഇത് നമുക്ക് ലഭിച്ചിരിക്കുന്ന എക്സ്ട്രാ കാർഡാണ്. അത് നമുക്ക് റീഡിങ് മുന്നോട്ട് പോയതിനു ശേഷം ക്ലാരിഫിക്കേഷന് വേണ്ടിയിട്ട് നമുക്ക് ആവശ്യമാകുന്ന സമയത്ത് എടുക്കാം. ഓക്കെ, ഇവിടെ നമുക്ക് ലഭിച്ചിരിക്കുന്ന ഈ ഒരു ടാരോ സ്പ്രെഡ് വളരെ പവർഫുൾ ആയിട്ടുള്ള എനർജീസിനെ പറ്റിയാണ്. മേജർ ആർക്കാനാസും പ്രധാനപ്പെട്ട മൈനർ ആർക്കാന കാർഡുകളും എല്ലാമാണ് നമുക്ക് വന്നിരിക്കുന്നത്. അതിലൂടെയെല്ലാം നമുക്ക് നൽകുന്നത് ഈ വരാൻ പോകുന്ന ഒരു മാസം നിങ്ങളുടെ ജീവിതത്തിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് ഉണ്ടാകാൻ പോകുന്നതെന്ന് നമുക്ക് വിശദമായിട്ട് നോക്കാം. ആദ്യമായിട്ട് വന്നിരിക്കുന്നത് 3 ഓഫ് കപ്സ് എന്ന കാർഡാണ്. അതായത് മാസത്തിന്റെ തുടക്കം വളരെ പോസിറ്റീവ് ആയിരിക്കും എന്നാണ് ഇതിനർത്ഥം. 3 ഓഫ് കപ്സ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വലിയൊരു ആശ്വാസം നൽകുന്ന എനർജിയാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. നിങ്ങളുടെ മനസ്സിനെ വേദനിപ്പിച്ച പഴയ മുറിവുകളും കഠിനമായ ഓർമ്മകളും സുഖപ്പെടുന്ന ഒരു മാസമായിരിക്കും ഇത്. അതായത് നാളിതുവരെ നിങ്ങൾ അനുഭവിച്ചിരുന്ന നിങ്ങളുടെ മനസ്സിനെ, അതായത് ശാരീരികമായ വിഷമങ്ങളെ പറ്റിയല്ല ഇവിടെ കൂടുതൽ സൂചിപ്പിക്കുന്നത്, മാനസികമായിട്ട് നിങ്ങൾക്ക് ഉണ്ടായിരുന്ന പ്രതിസന്ധികളെ, വിഷമങ്ങളെ, വേദനകളെ, മുറിവുകളെ ഉണക്കുന്ന, സുഖപ്പെടുത്തുന്ന, അതിൽ നിന്ന് റിക്കവർ ആകുന്ന ഒരു മാസമായിരിക്കും ഇത്. കുടുംബവുമായിട്ടോ കൂട്ടുകാരുമായിട്ടോ ഒക്കെയുള്ള നിങ്ങൾക്ക് പ്രിയപ്പെട്ടവരുമായിട്ടുള്ള സന്തോഷകരമായ ഒരു ഒത്തുചേരലും അല്ലെങ്കിൽ ഹാപ്പി ഗാദറിങ്സ്, സോഷ്യൽ ആക്ടിവിറ്റി, അല്ലെങ്കിൽ ഒരു കൂടിക്കഴിയൽ, നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു കൂട്ടത്തിനോടൊപ്പം നിങ്ങൾക്ക് സ്പെൻഡ് ചെയ്യാൻ കഴിയുക, ടൈം സ്പെൻഡ് ചെയ്യാൻ കഴിയുക, അങ്ങനെയുള്ള കാര്യങ്ങൾ, ഇതെല്ലാം നിങ്ങൾക്ക് പ്രശ്നങ്ങൾക്കുള്ള പരിഹാരങ്ങൾ ഉൾപ്പെടെ നിങ്ങളെ തേടി വരാൻ വേണ്ടിയിട്ട് അതായത് ഹാപ്പി സ്പെൻഡിങ്ങും നിങ്ങൾ ആഗ്രഹിക്കുന്ന ആളുകളോടൊപ്പമുള്ള ഒരു ഒത്തുചേരലും അല്ലെങ്കിൽ അവരോടൊപ്പമുള്ള ഒരു ജീവിതവും ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റുന്നതും ഉൾപ്പെടെയുള്ള കാര്യങ്ങളും, അതോടൊപ്പം നിങ്ങൾ ഇതുവരെ അനുഭവിച്ചിരുന്ന പ്രശ്നങ്ങൾക്കുള്ള പരിഹാരങ്ങളും നിങ്ങളെ തേടി വരും എന്നാണ് ഈ 3 ഓഫ് കപ്സ് കാർഡ് നമുക്ക് ഉറപ്പ് നൽകുന്നത്. അപ്പോൾ മാസത്തിന്റെ ആരംഭം തന്നെ അങ്ങനെയായിരിക്കും. ഇതിനൊപ്പം വന്നിരിക്കുന്നത്, ഇതിനോട് ചേർന്ന് വന്നിരിക്കുന്നത് 4 ഓഫ് സോർഡ്സ് ആണ്. അതായത് ഇതൊരു റെസ്റ്റിനെ പറ്റിയാണ് പറയുന്നത്, വിശ്രമത്തെ പറ്റി. ഇത്രയും കാലം അലട്ടിയിരുന്ന മാനസിക അസ്വാസ്ഥ്യങ്ങളിൽ നിന്നും, ചിന്തകളിൽ നിന്നും, സാഹചര്യങ്ങളിൽ നിന്നും നിങ്ങളുടെ മനസ്സിന് കൃത്യമായ ഒരു വിശ്രമവും സമാധാനവും ഈ മാസം, ഈ വരുന്ന മാസം അല്ലെങ്കിൽ ഒരു 30 ദിവസത്തിനുള്ളിൽ നിങ്ങൾക്ക് ലഭിക്കുമെന്നാണ് ഇവിടെ യൂണിവേഴ്സ് നമുക്ക് ഉറപ്പ് നൽകുന്നത്. നിങ്ങളുടെ ചിന്തകളെ കൃത്യമായിട്ട് ഓർഗനൈസ് ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കും. അതുപോലെ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു സമാധാനം വരും. ഇത്രയും നാൾ വാളെടുത്ത് നിൽക്കുന്നത് പോലുള്ള ഒരു അവസ്ഥയായിരുന്നു, ഒരുപാട് മുറിവേൽക്കപ്പെട്ട അവസ്ഥയായിരുന്നു. എന്നാൽ അതിൽ നിന്നൊക്കെ മാറ്റം വരാൻ പോകുന്നു. എല്ലാം അത്തരത്തിലുള്ള ഒരു യുദ്ധസമാനമായ അന്തരീക്ഷം അല്ലെങ്കിൽ വിഷമിപ്പിക്കുന്ന സാഹചര്യങ്ങൾ, അതിൽ നിന്നും നിങ്ങൾക്ക്
ഒരു റിട്രീറ്റ്, റെസ്റ്റ്, ഒരു പീസ് ഇതൊക്കെ ലഭിക്കാൻ വേണ്ടി പോകുന്നു എന്നുള്ളതാണ്. മാസത്തിന്റെ പകുതിയോടെ ചില തീരുമാനങ്ങൾ എടുക്കേണ്ടി വരുന്ന ഒരു സാഹചര്യം കാണുന്നുണ്ട്. എന്തെങ്കിലും ചെറിയ കാര്യങ്ങളായിരിക്കാം, അല്ലെങ്കിൽ ഒരു ചെറിയൊരു ഇന്നർ കോൺഫ്ലിക്റ്റ് ഉണ്ടാവാനായിട്ട് സാധ്യതയുണ്ട്. രണ്ട് കാര്യങ്ങൾ എങ്ങനെ കൈകാര്യം ചെയ്യണം എന്നറിയാത്ത, എന്ത് ചെയ്യണം എന്നറിയാത്ത ഒരു താൽക്കാലികമായിട്ടുള്ള ഒരു നിശ്ചലാവസ്ഥ ഈ 2 ഓഫ് സോർട്സ് കാരണം ഉണ്ടായേക്കാം. അത് പേടിക്കേണ്ട ഒരു എനർജി അല്ല. കാരണം സാമ്പത്തിക സുരക്ഷിതത്വത്തിന്റെ കാർഡായിട്ടുള്ള കിങ് ഓഫ് കോയിൻസ്, അതായത് കിങ് ഓഫ് പെന്റക്കിൾസ് ഇതിനോടൊപ്പം തന്നെ ചേർന്ന് വന്നിട്ടുണ്ട്. ഒരു ബിസിനസ് ബുദ്ധിയുള്ള വ്യക്തിയെ പോലെ വളരെ പക്വതയോടും അനുഭവ പരിചയത്തോടും കൂടി കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കും. നിങ്ങൾക്ക് വരുന്ന ചിലപ്പോൾ 2 ഓപ്പർച്യൂണിറ്റികളാവാം, എന്തെങ്കിലും 2 കാര്യങ്ങൾ, 2 ചിന്തകൾ, അത് എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന ഒരു മനസ്സിലുണ്ടാകുന്ന ഒരു അതിനെ സംബന്ധിക്കുന്ന ചിന്തകൾ, അതിനെയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. അല്ലാതെ വലിയൊരു പ്രശ്നമൊന്നുമല്ല. സാമ്പത്തികമായിട്ട് വലിയൊരു വളർച്ചയും വിജയവും എന്തായാലും നിങ്ങൾക്ക് ഉണ്ടാകും എന്ന് ഉറപ്പാണ്. കാരണം കിങ് ഓഫ് പെന്റക്കിൾസ് കാർഡാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഈ കിങ് ഓഫ് കോയിൻസ് ഉള്ളത് കൊണ്ട് തന്നെ, കിങ് ഓഫ് കോയിൻസ് എന്ന് പറയുമ്പോൾ പെന്റക്കിൾസ് കാർഡാണ്, സാമ്പത്തികവുമായിട്ട് ബന്ധപ്പെട്ട കാർഡാണ്. അതുള്ളത് കൊണ്ട് തന്നെ രാജാവ് എന്നാണല്ലോ കിങ് ഓഫ് കോയിൻസ് വരുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇതുള്ളത്, ഈ കാർഡ്, ഈ എനർജി വന്നിരിക്കുന്നത് കൊണ്ട് തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ ഈ വരുന്ന 30 ദിവസത്തിനുള്ളിൽ സാമ്പത്തികമായി വളരെ ശക്തമായ ഒരു ഭദ്രതയും സുരക്ഷിതത്വവും നിങ്ങളെ തേടി വരും എന്ന് ഇവിടെ നിന്ന് നമുക്ക് ഉറപ്പിക്കാം. ഇതിന് ശേഷം നമുക്ക് ലഭിച്ചിരിക്കുന്ന ഹെർമിറ്റ് കാർഡ്, അതായത് തുടർച്ചയായിട്ട് 3 മേജർ ആർക്കാന കാർഡ് നമുക്ക് ലഭിച്ചിട്ടുണ്ട്. ആദ്യത്തേത് ഹെർമിറ്റ് ആണ്. സാമ്പത്തികമായ ഈ ഭദ്രത നിങ്ങളെ തേടി വരുമ്പോൾ തന്നെ നിങ്ങളുടെ വ്യക്തിത്വത്തിലും നിങ്ങളുടെ ചിന്തകളിലും ഉണ്ടാകേണ്ട വളരെ ആഴമേറിയ ഒരു മാറ്റത്തെക്കുറിച്ചാണ് യൂണിവേഴ്സ് ഇവിടെ സംസാരിക്കുന്നത് ഈ കാർഡിലൂടെ. ടാരോയിലെ ഏറ്റവും ജ്ഞാനമുള്ള, അറിവ് എന്നതിന്റെ സൂചകമായിട്ട് വരുന്ന കാർഡുകളിൽ ഒന്നാണ് ഈ ഹെർമിറ്റ്. യൂണിവേഴ്സ് നിങ്ങളോട് ആവശ്യപ്പെടുന്നത് അടുത്ത 30 ദിവസത്തിനുള്ളിൽ ബാഹ്യമായ ലോകത്ത് നിന്നും, ആളുകളുടെ ബഹളങ്ങളിൽ നിന്നും ഒരല്പം സമയം മാറി നിൽക്കുക, വിഡ്രോ ചെയ്യുക. നിങ്ങളുടെ ഉള്ളിലേക്ക്, അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും ഒരു കാര്യത്തിൽ നിങ്ങളുടെ ശ്രദ്ധ പൂർണ്ണമായിട്ടും വെക്കേണ്ട ഒരു കാര്യം, അതായത് ഇപ്പോൾ റിസർച്ച് ചെയ്യുന്നത് പോലെ, പഠനം അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യത്തിൽ വളരെ ശ്രദ്ധയോടുകൂടി നിങ്ങൾ ആഴത്തിൽ പഠിക്കേണ്ടതായ ഒരു കാര്യമുണ്ട്, റിസർച്ചിനെ പോലെയുള്ള കാര്യങ്ങൾ. അങ്ങനെയുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഈ ഒരു മാസം അതിലേക്ക് നന്നായിട്ട് ഫോക്കസ് ചെയ്യണം എന്നാണ് യൂണിവേഴ്സ് സൂചിപ്പിക്കുന്നത്. നിങ്ങളുടെ ഉള്ളിലേക്ക് തന്നെ നോക്കേണ്ട, ആത്മപരിശോധന നടത്തേണ്ട ഒരു സമയമാണ് എന്ന് പറയാം ഇതിനെ. മറ്റുള്ളവരുടെ ഉപദേശങ്ങൾ തേടി പോകുന്നതിന് പകരം നിങ്ങളുടെ ഉള്ളിലെ ജ്ഞാനത്തെയും സത്യത്തെയും കണ്ടെത്താൻ ഈ സമയം നിങ്ങൾക്ക് ഉപയോഗപ്പെടുത്താൻ സാധിക്കണം. കാരണം ഈ ഒരു മാസം നിങ്ങൾക്ക് ഒരുപാട് സാമ്പത്തിക കാര്യങ്ങളിലായാലും ജീവിതത്തിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു സന്തോഷവും സമാധാനവും ഒക്കെ വരുന്ന അനുകൂലമായ എനർജിയാണ് നിങ്ങൾക്ക് നിൽക്കുന്നത്. അതിന് പരമാവധി ഉപയോഗപ്പെടുത്താൻ വേണ്ടിയിട്ട് നിങ്ങൾ ശ്രമിക്കണം എന്നുള്ളതാണ്. ഈ കാർഡ് നിങ്ങൾക്ക് തരുന്ന ഏറ്റവും വലിയ സന്ദേശം ഒരു വിവേകം എന്നുള്ളതാണ്. അതായത് ഒരു ഡിസ്ക്രിഷൻ. എന്ത് കാര്യത്തിൽ ഇവിടെ 2 ഓഫ് സോർട്സ് വന്നില്ലേ? കാരണം പല ഓപ്ഷൻസ്, ചോയ്സസ് വരാം. നിങ്ങളുടെ യുക്തിക്കനുസരിച്ച് തീരുമാനമെടുക്കാനായിട്ട് നിങ്ങളിലേക്ക് കാര്യങ്ങൾ, നിങ്ങളുടെ ഒരു തീരുമാനത്തിലേക്ക് കാര്യങ്ങൾ വരുന്ന ഒരു സമയമായിരിക്കും അത്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ മനസ്സിലുള്ള സംശയങ്ങൾക്ക്, നിങ്ങളുടെ മുന്നിൽ വരുന്ന വിഷയങ്ങൾക്ക് ഉത്തരം കണ്ടെത്താൻ ഒരു പുറത്തുനിന്നും ഒരു ഉപദേശിയെയും തേടി നിങ്ങൾ പോകേണ്ടതില്ല. നിങ്ങളുടെ ഉള്ളിലേക്ക് തന്നെ നോക്കണം. എന്നിട്ട് നിങ്ങൾ നിങ്ങളുടെ വിവേകത്തോടെ, നിങ്ങൾക്ക് യൂണിവേഴ്സ് നൽകിയിരിക്കുന്ന വിവേകത്തോടു കൂടി നിങ്ങളുടെ ഡിസ്ക്രിപ്ഷനിൽ കാര്യങ്ങൾ എടുക്കുക. ഒരു കാര്യത്തിലും എടുത്തു ചാടി തീരുമാനങ്ങൾ എടുക്കരുത്. നിങ്ങളെ സംരക്ഷിക്കാൻ, നിങ്ങൾക്ക് ശരിയായ വഴി കാണിച്ചു തരാൻ യൂണിവേഴ്സിന്റെ ഒരു ദൈവികമായ വെളിച്ചം എപ്പോഴും നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ട് എന്നതാണ് ഈ കാർഡ് നമുക്ക് നൽകുന്ന ഒരു എനർജി എന്ന് പറയുന്നത്. ഈ ഹെർമിറ്റ് കഴിഞ്ഞാൽ നമുക്ക് അടുത്തതായിട്ട് കിട്ടിയിരിക്കുന്നത് ഹാങ്ഡ് മാൻ ആണ്. നിങ്ങളുടെ ജീവിതത്തിലെ ചില കാര്യങ്ങൾക്ക് താൽക്കാലികമായ ഒരു തടസ്സം നേരിടേണ്ടി വരുന്ന ഒരു അവസ്ഥയെയാണ് ഇത് സൂചിപ്പിക്കുന്നത്. തടസ്സമാകണമെന്നില്ല, എന്തെങ്കിലും ഒരു കാര്യത്തിൽ ഒരു ഡിലേ വരാം, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഡിസിഷൻ നിങ്ങൾ പ്രതീക്ഷിച്ചിരിക്കുകയാണെങ്കിൽ, എന്തെങ്കിലും ഒരു കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കാനിരിക്കുകയോ അല്ലെങ്കിൽ വേറെ ആരുടെയെങ്കിലും ഒരു തീരുമാനത്തെ ഡിപ്പെൻഡ് ചെയ്താണ് കാര്യങ്ങൾ മുന്നോട്ട് പോവേണ്ടതെങ്കിൽ ആ ഡിസിഷനിൽ ഒരു ഹോൾഡ് ഉണ്ടാവാൻ, ഒന്ന് തൽക്കാലം ഒന്ന് തടഞ്ഞു വെക്കാൻ, അല്ലെങ്കിൽ ഒരു പോസ് വരാൻ സാധ്യതയുണ്ട്. നിങ്ങൾ വിചാരിച്ച വേഗതയിൽ കാര്യങ്ങൾ മുന്നോട്ട് നീങ്ങാത്തത് കൊണ്ട് നിങ്ങൾക്ക് ചെറിയൊരു നിരാശ തോന്നിയേക്കാം. എന്നാൽ യൂണിവേഴ്സ് പറയുന്നത് നിങ്ങൾ ഇപ്പോൾ ഒരു ലിംബോ അവസ്ഥയിലാണ്, അതായത് താൽക്കാലികമായി ഫോർവേഡ് ആയി പോകാൻ കഴിയാത്ത അവസ്ഥ. പക്ഷെ അതൊരു ശാപമല്ല, അതൊരു നിങ്ങളുടെ എന്തെങ്കിലും കുഴപ്പമോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും തരത്തിലുള്ള ദോഷമോ ഒന്നുമല്ല. ഇതൊരു വലിയ അവസരമാണ്. നിങ്ങൾക്ക് ഇനി വരാൻ പോകുന്ന സമയം നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ കൂടുതലായി നല്ലൊരു സമൃദ്ധിയുടെ സമയമാണ് വരാൻ പോകുന്നത്. എന്നാൽ തന്നെയും നിങ്ങൾ കൂടുതലായിട്ട് നിങ്ങളുടെ ശ്രദ്ധ
നിങ്ങളിലേക്ക് നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളിൽ അർപ്പിക്കേണ്ട ഒരു സമയമാണ്, അല്ലെങ്കിൽ ഒരു ബിസി ഷെഡ്യൂളാണ്, വേറെ ഒന്നിനും സമയമില്ലാത്ത തരത്തിൽ വളരെ ഫോക്കസ് ചെയ്ത് കാര്യങ്ങൾ ചെയ്യേണ്ട ഒരു സമയമാണ് നിങ്ങൾക്ക് വരാനിരിക്കുന്നത്. അതുകൊണ്ട് ഹാൻഡ്മാൻ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റിൽ മറ്റൊരു ആംഗിളിലൂടെ കാര്യങ്ങളെ ഒന്ന് കൈകാര്യം ചെയ്യാൻ, മറ്റൊരു വീക്ഷണകോണിലൂടെ നമ്മൾ കാര്യങ്ങളെ കാണാൻ വേണ്ടിയാണ് യൂണിവേഴ്സ് പറയുന്നത്. ഇപ്പോൾ ചില താമസങ്ങൾ എന്തെങ്കിലും ഒരു കാര്യത്തിന് വരികയാണെങ്കിൽ, പ്രതീക്ഷിച്ച വേഗതയിൽ കാര്യങ്ങൾ നടക്കുന്നില്ലെങ്കിൽ ആ സമയത്ത് വേറെ എന്തെങ്കിലും കാര്യം നിങ്ങൾ ചെയ്യാനുണ്ടാകും. അത് ചെയ്യാൻ വേണ്ടിയിട്ട് ശരിയായ രീതിയിൽ വിനിയോഗിക്കാൻ, അതെങ്ങനെയാണ് നിങ്ങൾക്ക് ആ സമയത്തെ അനുകൂലമായിട്ട് മാറ്റിയെടുക്കാൻ കഴിയുന്നതെന്ന് നിങ്ങൾ ആലോചിച്ച് തീരുമാനിക്കുക എന്നുള്ളതാണ് യൂണിവേഴ്സ് പറയുന്നത്. അതിനൊക്കെ നിങ്ങൾക്ക് അത് ഉപയോഗപ്പെടുത്താൻ പറ്റുമെന്നാണ് പറയുന്നത്. ഒരു പുതിയ കാഴ്ചപ്പാടിലൂടെ നോക്കിക്കാണാൻ യൂണിവേഴ്സ് നിങ്ങളെ ആവശ്യപ്പെടുകയാണ്. യൂണിവേഴ്സ് നിങ്ങളോട് ആവശ്യപ്പെടുകയാണ് ഈ സമയത്ത് ക്ഷമയോടെ കാത്തിരിക്കുക. വലിയ തീരുമാനങ്ങൾ തൽക്കാലം ഹോൾഡ് ചെയ്ത് വെക്കുക. തൊട്ടടുത്ത് വലിയൊരു മാറ്റത്തെയാണ് പറയുന്നത്. നിങ്ങളത് കൊണ്ടുവന്നാലും ഇല്ലെങ്കിലും യൂണിവേഴ്സ് ഒരു മാറ്റം നിങ്ങളുടെ ലൈഫിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി പോകുന്നുണ്ട്. അപ്പൊ ഈ ഡെത്ത് എന്ന് പറയുന്നത് ആരുടെയെങ്കിലും മരണമല്ല പറയുന്നത്, ഒരു ട്രാൻസ്ഫോർമേഷനെ പറ്റിയാണ്. ഒരു പുതിയ പരിവർത്തനത്തിന്റെ കാർട്ടാണിത്. നിങ്ങളുടെ ജീവിതത്തിൽ ഇത്രയും കാലം നിങ്ങളെ തളർത്തിക്കൊണ്ടിരുന്ന, അല്ലെങ്കിൽ ഒട്ടും പുരോഗതിയില്ലാതെ കെട്ടിക്കിടന്നിരുന്ന ഒരു സാഹചര്യം ഈ 30 ദിവസത്തിനുള്ളിൽ പൂർണ്ണമായിട്ടും അവസാനിക്കാൻ പോവുകയാണെന്നുള്ളതിന്റെ ഏറ്റവും വലിയ ഉറപ്പാണ് യൂണിവേഴ്സ് ഈ ഡെത്ത് കാർട്ടിലൂടെ കാണിച്ചു തന്നിരിക്കുന്നത്. ഒരു പഴയ അധ്യായം അവസാനിച്ചാൽ മാത്രമേ പുതിയൊരെണ്ണം തുടങ്ങാൻ കഴിയൂ. ആ ഒരു മാറ്റമാണ് ഇവിടെ സംഭവിക്കാൻ പോകുന്നത്. അതിന് ഈ ഒരു 30 ദിവസത്തിനുള്ളിൽ ആണ് അതിന് വേണ്ടിയിട്ടുള്ള മാറ്റങ്ങൾ നടക്കാൻ പോകുന്നത്. മാസം തുടങ്ങുമ്പോൾ തന്നെ, അല്ലെങ്കിൽ നമ്മൾ ഈ പറയുന്ന 30 ദിവസത്തിന്റെ ആദ്യ ദിവസങ്ങളിൽ തന്നെ എല്ലാ റിസൾട്ടും കൂടി കിട്ടണമെന്നില്ല. അപ്പോൾ നിങ്ങൾ അതിൽ വിഷമിച്ചു പോകേണ്ടതില്ല. ആ സമയം അതിന് അനിവാര്യമായ ഒരു സമയമാണ്. ഡെത്ത്, ബർത്ത് എന്നൊക്കെ പറയുന്നത് നമ്മുടെ കൺട്രോളിലല്ല, അത് യൂണിവേഴ്സിന്റെ, പ്രപഞ്ചത്തിന്റെ കൺട്രോളിൽ നിൽക്കുന്ന ഒരു കാര്യമാണ്. അപ്പൊ അതുകൊണ്ട് അതിനെപ്പറ്റി ഒരു നിരാശയുടെ എനർജിയിലേക്ക് നിങ്ങൾ പോവേണ്ടതില്ല. നല്ലതിന് വേണ്ടിയാണ് ഇത് സംഭവിക്കുന്നത്, സമയമെടുക്കുന്നതും അതിനുവേണ്ടി തന്നെയാണ് എന്ന് തന്നെയാണ് യൂണിവേഴ്സ് പറയുന്നത്. അങ്ങനെ ഒരു മാറ്റം എന്തായാലും ഇവിടെ സംഭവിക്കും. ഒരു പ്രതിസന്ധിയിൽ നിന്നോ തളർച്ചയിൽ നിന്നുള്ള പൂർണ്ണമായ ഒരു വീണ്ടെടുപ്പ്, ഒരു റിക്കവറി, അതൊരു അസുഖത്തിൽ നിന്നാവാം, ഒരു ഷോക്കിൽ നിന്നാവാം, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു മാനസികമായ പ്രശ്നങ്ങളിൽ നിന്ന്, എന്തൊക്കെയോ ഒരു കാര്യങ്ങളിൽ നിന്ന് നിങ്ങൾക്കൊരു റിക്കവറി, ഒരു മാറ്റം എന്തായാലും ഈ മാസം നിങ്ങൾക്ക് അനുഭവപ്പെടും എന്നുള്ളത് ഷുവറാണ്. തൊട്ടടുത്ത് വന്നിരിക്കുന്നത് ക്യൂൻ ഓഫ് പെന്റക്കിൾസ് ആണ്. ആ ഒരു വലിയ മാറ്റത്തിന് ശേഷം നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരാൻ പോകുന്നത് ക്യൂൻ ഓഫ് പെന്റക്കിൾസ് ആണ്. ഇവിടെ നിങ്ങൾ നോക്കൂ, കിങ് ഓഫ് പെന്റക്കിൾസ് നമുക്ക് ആദ്യം തന്നെ വന്നിട്ടുണ്ട്. ഇവിടെ ക്യൂൻ ഓഫ് പെന്റക്കിൾസ് കൂടി വരുമ്പോൾ അതൊരു വലിയൊരു അത്ഭുതം തന്നെയാണെന്ന് പറയാം. അങ്ങനെ ഒരുമിച്ച് ആ എനർജീസ് ഒക്കെ വരുമ്പോൾ അത്രയും സ്ട്രോങ് ആയിട്ടുള്ള എനർജിയാണ്, സപ്പോർട്ടീവ് ആയിട്ടുള്ള എനർജിയാണ് നിങ്ങൾക്ക് ഈ മാസം കാണാൻ വേണ്ടിയിട്ട് പോകുന്നത് എന്നതാണ്. ഇത്രയും കാലം നിങ്ങൾ അനുഭവിച്ച കഷ്ടപ്പാടുകൾക്ക് പകരമായി യൂണിവേഴ്സ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വലിയ സാമ്പത്തിക ഭദ്രതയും ആഡംബരവും സുരക്ഷിതത്വവും എല്ലാം കൊണ്ടുവരാൻ പോവുകയാണ്. നിങ്ങളുടെ തീരുമാനം, പണപരമായ തീരുമാനം, ലൈഫിന്റെ തീരുമാനം എല്ലാം എടുക്കാൻ കഴിയുന്ന തരത്തിലൊരു കിങ്ങിനെ പോലെയും ആഡംബരത്തിലും സൗന്ദര്യത്തിലും ലക്ഷറിയിലും നിങ്ങൾ എങ്ങനെയൊക്കെ ജീവിക്കണമെന്ന് ആഗ്രഹിച്ചോ ആ രീതിയിലേക്കൊക്കെ മാറാൻ വേണ്ടി കഴിയുന്ന, മാനസികമായിട്ട് വലിയൊരു സമാധാനവും അന്തസ്സും ഒക്കെ ഉള്ള ഒരു നല്ലൊരു ജീവിതത്തിലേക്ക് നിങ്ങൾക്ക് പോകാൻ സാധിക്കും. അല്ലെങ്കിൽ അങ്ങനെ ഒരു സമാധാനവും അന്തസ്സും വെൽബീയിങ്ങും ഡിഗ്നിറ്റിയും എല്ലാം നിങ്ങൾ തിരിച്ചു പിടിക്കും ഈ വരുന്ന മാസം എന്നാണ് ഈ പറയുന്നത്. ബിസിനസ്സിലോ ജോലിയിലോ നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള പണത്തിന്റെ ഒരു ഒഴുക്ക് തന്നെ ഈ സമയത്ത് നിങ്ങളിലേക്കുണ്ടാകും. നിങ്ങളുടെ കുടുംബം, നിങ്ങളുടെ കുടുംബം എല്ലാം ഈ സമയത്ത് സുരക്ഷിതമായിരിക്കും. അടുത്തതായിട്ട് നമുക്ക് ലഭിച്ചിരിക്കുന്ന എനർജി നൈറ്റ് ഓഫ് പെന്റക്കിൾസ് ആണ്, നൈറ്റ് ഓഫ് കോയിൻസ്. ഈ സാമ്പത്തിക വളർച്ച വെറുതെ അങ്ങോട്ട് വരികയല്ല, ഒരു സുപ്രഭാതത്തിൽ ഉണ്ടാവുന്നതല്ല. അടുത്ത 30 ദിവസത്തിൽ നിങ്ങൾ ചെയ്യുന്ന പ്രവർത്തനങ്ങളിൽ കൃത്യമായ ലക്ഷ്യബോധവും ക്ഷമയും കഠിനാധ്വാനവും നിലനിർത്താൻ നിങ്ങൾക്ക് സാധിക്കുകയും അങ്ങനെ വളരെ വിശ്വസ്തയോടുകൂടിയും ഉത്തരവാദിത്വത്തോടുകൂടിയും നിങ്ങൾ ഏറ്റെടുക്കുന്ന ജോലികൾ, ഇവിടെ ഹെർമിറ്റിന്റെ എനർജിയിലേക്ക് ഇൻ ഡെപ്തിലേക്ക് പോയി ആഴത്തിൽ നിങ്ങൾ അത് ആത്മാർത്ഥമായി ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ അങ്ങനെ ചെയ്യുമെന്നാണ് പറയുന്നത്, അങ്ങനെ ചെയ്യുന്നതിന്റെ ഫലമായിട്ട് പടിപടിയായിട്ടുള്ള റിസൾട്ട്. ഇത് ഇത്തിരി സ്ലോ എനർജിയാണ്, ടാരോയിൽ തന്നെയുള്ള. അതായത് ഒരു സുപ്രഭാതത്തിലുള്ള ഒരു ലോട്ടറി അടിക്കുന്ന പോലെ സമ്പത്ത് വരുന്നതല്ല, കഠിനാധ്വാനം കൊണ്ട് വരുന്നതാണ്. നിങ്ങൾ വളരെ വിശ്വസ്തയോടെയും ഉത്തരവാദിത്വത്തോടെയും നിങ്ങളുടെ ജോലികൾ ചെയ്ത് തീർക്കും. അതിന് നിങ്ങൾക്ക് കഴിയും. യു ആർ ഏബിൾ ടു ഫിനിഷ് ദ ടാസ്ക്. അതെന്ത് തന്നെ, എത്ര വലിയ ടാസ്ക് ആയാലും നിങ്ങൾക്ക് അതിന് സാധിക്കും. ലാഭകരമായ പല അവസരങ്ങളും ഈ നൈറ്റ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് അതുവഴി എത്തിച്ചു തരും എന്നുള്ളതാണ്. ഇവിടെ നമ്മൾ ഈ എടുത്ത കാർഡുകളിലെല്ലാം മുഖത്തൊരു മറുക് കാണാൻ സാധിക്കുന്നുണ്ട്. കവിളിൽ, കണ്ണിന് താഴെ, അങ്ങനെ ഏതെങ്കിലും ഒരു ഭാഗത്ത് മറുകുള്ളവരാണോ നിങ്ങൾ? എന്തുകൊണ്ടോ കാർഡിൽ അങ്ങനെ ഒരു സൂചന. സ്പെസിഫിക് ആയിട്ട് പറഞ്ഞതേ ഉള്ളൂ, നോട്ട് ചെയ്തൊരു കാര്യം, അതിൽ വേറെ വലിയ കാര്യങ്ങളൊന്നുമില്ല. ഓക്കെ, അപ്പം അങ്ങനെ നിങ്ങളിലേക്ക് അങ്ങനെ ഒരു കാര്യം എത്തപ്പെടും. അടുത്തതായിട്ട് നമുക്ക് ലഭിച്ചിരിക്കുന്നത് വളരെ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു എനർജിയാണ്. ഇതിന് പരം ഒരു വിഷ് ഫുൾഫിൽമെന്റ് സൂചിപ്പിക്കാൻ വേറൊരു കാർഡ് വരാനില്ല. നിങ്ങളുടെ ആഗ്രഹം എന്ത് തന്നെയായാലും അത്
എന്തായാലും നടന്നിരിക്കുമെന്ന് ഉറപ്പ് നൽകുന്ന ഒരു കാർഡാണിത്. അതായത് ഈ 9 ഓഫ് കപ്സ് എന്ന് പറയുന്നത് ടാരോയിലെ ഏറ്റവും മനോഹരമായ വിഷ് ഫുൾഫിൽമെന്റ് കാർഡാണ്. നിങ്ങളുടെ ആഗ്രഹ സാഫല്യത്തിന്റെ പൂർത്തീകരണം അത് ഈ മാസം ഈ 30 ദിവസത്തിനുള്ളിൽ ഉണ്ടാവും. അടുത്ത ഒരു മാസം നിങ്ങളുടെ ലൈഫിൽ വളരെ പ്രധാനപ്പെട്ടത് നിർണായകമായതായിരിക്കും. ആ മാസത്തിന്റെ അവസാനത്തോടുകൂടി നിങ്ങളുടെ ജീവിതം ഒരു അബണ്ടന്റ് ആയിട്ടുള്ള, അതായത് കനത്ത സാമ്പത്തിക സമൃദ്ധിയിലേക്കും സന്തോഷത്തിലേക്കും എത്തിച്ചേരും. സക്സസും അബണ്ടൻസും എല്ലാം അതായത് ഒരു സന്തോഷം കൊണ്ട് നിറഞ്ഞു തുളുമ്പുന്ന ഒരു അവസ്ഥയിലേക്ക് നിങ്ങൾ പോകും. നിങ്ങളുടെ മനസ്സ് നിറഞ്ഞ അവസ്ഥയായിരിക്കും ആ വരുന്ന നമ്മൾ ഈ പറയുന്ന മാസത്തിന്റെ അവസാനം ഉണ്ടാകാൻ പോകുന്നത്. ഇതൊരു ടൈംലെസ് റീഡിംഗ് ആണ്. ഞാൻ അതുകൊണ്ട് തന്നെ ഒരു മാസത്തെയും അല്ലെങ്കിൽ അങ്ങനെ കൃത്യമായ ഒരു മാസം എന്ന കണക്കിലല്ല ഇത് പറയുന്നത്. നിങ്ങൾ ഈ റീഡിംഗ് എപ്പോഴാണോ കാണുന്നത് ആ സമയം മുതൽ ഒരു മാസം എന്ന എനർജി ആയിട്ട് നിങ്ങൾ ഇതിനെ കാണണം. അങ്ങനെയാണ് അതിനെ എടുക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ഇത്രയും കാലം നിങ്ങൾ ചെയ്ത കഠിനാധ്വാനത്തിനുള്ള വലിയൊരു സമ്മാനവും വലിയ ഒരു റിവാർഡ്സും എല്ലാം ഈ മാസം അവസാനത്തോടു കൂടി നിങ്ങൾക്ക് ലഭിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. നമുക്കൊരു കാർഡ് കൂടി കിട്ടിയിട്ടുണ്ട്, 10 ഓഫ് കപ്സ്. ആ സമൃദ്ധി 9 ഓഫ് കപ്സ് മാത്രമല്ല, 10 ഓഫ് കപ്സ് നിങ്ങളുടെ കുടുംബത്തിൽ വലിയൊരു സന്തോഷവും സമാധാനവും ഇതുവഴി നിങ്ങൾക്കുണ്ടാവും. നിങ്ങൾ ആഗ്രഹിച്ചതുപോലെ 3 ഓഫ് കപ്സിൽ തുടങ്ങി നിങ്ങൾ ഒരു കാത്തിരിപ്പിലൂടെ അല്ലെങ്കിൽ ഒരു കഠിനാധ്വാനത്തിലൂടെ നിങ്ങൾ കടന്നു പോവുകയും കാര്യങ്ങളെ മറ്റൊരു വീക്ഷണകോണിലൂടെ നിങ്ങൾ കാണുകയും ചെയ്യുന്നതോടെ നിങ്ങളുടെ ലൈഫിൽ യൂണിവേഴ്സ് ഒരുക്കി വെച്ചിരിക്കുന്ന ഒരു വലിയൊരു ട്രാൻസ്ഫോർമേഷൻ ഈ മാസം വരുന്ന മാസം 30 ദിവസത്തിനുള്ളിൽ നടക്കുകയും നിങ്ങളെ ഒരു ക്യൂൻ ഓഫ് പെന്റക്കിൾസ് ആയും കിങ് ഓഫ് പെന്റക്കിൾസ് ആയും എല്ലാം അതുയർത്തുകയും അതുവഴി നിങ്ങളുടെയും നിങ്ങളുടെ കുടുംബത്തിന്റെയും ആഗ്രഹ സാഫല്യം, സമൃദ്ധി, കൂട്ടായ്മ, നിങ്ങളുടെ ജീവിതത്തിന്റെ എല്ലാ ബന്ധങ്ങളിലും കുടുംബജീവിതത്തിൽ വളരെ സന്തോഷകരമായ സന്തുഷ്ടിയോടുകൂടിയുള്ള നല്ലൊരു എനർജി നിങ്ങളിൽ ഈ ഒരു മാസം ഉണ്ടാകും. മാസം അവസാനത്തോടുകൂടി അങ്ങനെ ഒരു നിറഞ്ഞു തുളുമ്പുന്ന മനസ്സോടുകൂടി സമാധാനവും സന്തോഷവും നിറഞ്ഞ ഒരു വ്യക്തിയായിട്ട് നിങ്ങൾ മാറിയിട്ടുണ്ടാകും എന്ന് തന്നെയാണ് ഇവിടെ നമുക്ക് ഈ കാർഡുകളിൽ നിന്നും പൊതുവായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നത്. അപ്പൊ അതൊരു സാമ്പത്തിക വളർച്ച മാത്രമല്ല എന്നുള്ളത് കൂടിയാണ്. അതായത് സമ്പത്ത് ഉണ്ടാകുന്നതിനെ പറ്റി ഇവിടെ പറഞ്ഞിരുന്നു. ആദ്യം തന്നെ മാസത്തിന്റെ ആദ്യം തന്നെ നമുക്കൊരു പോസിറ്റീവായിട്ട് ഒരു അതുവരെ അനുഭവിച്ചിരുന്ന വിഷമങ്ങളിൽ നിന്ന് മാറി നിങ്ങൾ ആഗ്രഹിക്കുന്ന ആളുകളോടൊപ്പമുള്ള ഒരു കൂടിച്ചേരലും കാര്യങ്ങളും സന്തോഷവും ഒക്കെ ഉണ്ടാവും എന്ന് പറഞ്ഞു. അതിനുശേഷം നിങ്ങളുടെ ജീവിതത്തിൽ പലവിധങ്ങളായ കാര്യങ്ങളിലൂടെ മാറ്റങ്ങളിലൂടെയൊക്കെ കടന്നു പോകുന്നതിന്റെ ഇടയിൽ സാമ്പത്തിക വളർച്ചയെ പറ്റിയും വിഷ് ഫുൾഫിൽമെന്റിനെ പറ്റിയും പറഞ്ഞു. അവസാനം നമുക്ക് കുടുംബത്തിന്റെ സന്തോഷത്തിന്റെ കാര്യം പറഞ്ഞു. അവിടെ നമ്മൾ ഒരു കാര്യം കൂടി മനസ്സിലാക്കേണ്ടത് അതൊരു സാമ്പത്തിക വളർച്ച കൊണ്ട് മാത്രം ഉണ്ടാകുന്ന ഒരു സന്തോഷമല്ല. നിങ്ങളുടെ മനസ്സും ഹൃദയവും ഒരുപോലെ നിറയുന്ന ഒരു നല്ല കാലഘട്ടത്തിലൂടെ ആയിരിക്കും നിങ്ങൾ കടന്നു പോകാൻ പോകുന്നത്. കുടുംബത്തിൽ ഇത്രയും കാലം നിലനിന്നിരുന്ന എല്ലാ അസ്വസ്ഥതകളും, കാരണം നമ്മളിവിടെ പറഞ്ഞല്ലോ മനസ്സ് മുറിവേൽക്കപ്പെട്ട അവസ്ഥയിൽ നിന്നൊക്കെ നിങ്ങളൊന്ന് റെസ്റ്റ് എടുക്കാൻ പോകുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ എന്തെങ്കിലുമൊക്കെ വഴക്കുകളും ഇല്ലായ്മയും ഒക്കെ നിങ്ങളുടെ കുടുംബത്തിലൊക്കെ നിലനിന്നിരുന്നുവെങ്കിൽ അതെല്ലാം മാറി ഒരു വലിയ സന്തോഷവും സമാധാനവും ഒത്തൊരുമയും നിങ്ങളുടെ വീടുകളിലേക്ക് തിരിച്ചെത്താൻ പോവുകയാണ്. നിങ്ങൾ അത്രമേൽ സ്നേഹിക്കപ്പെടുകയും ബഹുമാനിക്കപ്പെടുകയും ചെയ്യുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകും. നിങ്ങളുടെ പ്രണയ ജീവിതത്തിലോ ദാമ്പത്യത്തിലോ വലിയൊരു വളരെ സന്തോഷത്തിന്റെ ദിനങ്ങൾ, ഹൈ ഓൾട്ടിറ്റ്യൂഡ് എനർജി എന്ന് പറയാം, ഈ 30 ദിവസത്തിനുള്ളിൽ പ്രപഞ്ചം നിങ്ങൾക്ക് സമ്മാനിക്കും. നിങ്ങളുടെ ഈ ഒരു മാസത്തെ യാത്ര അവസാനിക്കുന്നത് പൂർണ്ണമായ സമാധാനത്തിലും സന്തോഷത്തിലും ആയിരിക്കും എന്നാണ് യൂണിവേഴ്സ് ഈ കാർഡുകളിലൂടെ ഉറപ്പിച്ചു പറയുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ ആദ്യം തന്നെ പറഞ്ഞതുപോലെ നമ്മൾ റീഡിംഗ് ആരംഭിച്ചപ്പോൾ പറഞ്ഞല്ലോ, നിങ്ങളുടെ ജീവിതത്തിലെ ഓരോ പ്രധാന മേഖലകളായ സാമ്പത്തികം, കരിയർ, നിങ്ങളുടെ പ്രണയ ജീവിതം എന്നിവയെ പറ്റിയെല്ലാം, ആരോഗ്യം എന്നിവയെ പറ്റിയെല്ലാം ഒറാക്കിൾ കാർഡ് കൂടി എടുത്ത് പരിശോധിക്കുമെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതൊന്നും പരിശോധിക്കാതെ തന്നെ നമുക്ക് അതെല്ലാം ചേർന്നൊരു റീഡിംഗ് ആണ് ഇവിടെ യൂണിവേഴ്സ് നൽകിയിരിക്കുന്നത്. എന്നാലും നമ്മൾ ഒറാക്കിൾ കാർഡ് ഓരോന്നെടുത്ത് അത് കൺഫേം ചെയ്യാൻ പോവുകയാണ്. അപ്പൊ നമുക്ക് 10 ഓഫ് കപ്സിൽ കുടുംബത്തിലെ സന്തോഷത്തിലാണ് നമ്മൾ എത്തിയത്. എല്ലാവരും കുടുംബജീവിതം നയിക്കുന്ന, അതായത് ഒരു ദാമ്പത്യ ജീവിതം നയിക്കുന്ന ആളുകൾ തന്നെ ആവണമെന്നില്ല. സിംഗിൾസും ഉണ്ടാവാം, കമ്മിറ്റഡ് ആയിട്ടുള്ള ആളുകൾ ഉണ്ടാവാം, മാരീഡ് ആയിട്ടുള്ള ആളുകൾ ഉണ്ടാവാം. അപ്പോൾ എല്ലാവർക്കും അവരുടെ പ്രണയ ജീവിതം എങ്ങനെയായിരിക്കും ഈ വരാൻ പോകുന്ന 30 ദിവസം, അല്ലെങ്കിൽ അതിൽ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കാര്യം എന്താണ് എന്നാണ് യൂണിവേഴ്സ് പറയുന്നത് എന്ന് നമുക്ക് നോക്കാം. They are the one. You have already met the romantic partner you seek. Keep the door open. Don't be so focused on a closed door that you don't see the one switch open for you. Leave your fear behind. They are stopping this relationship from blossoming. Okay. ഇവിടെ വന്നിരിക്കുന്ന 3 കാർഡുകളും നിങ്ങളുടെ പ്രണയ ജീവിതത്തിൽ വളരെ വലിയൊരു വഴിത്തിരിവിനെയാണ് സൂചിപ്പിക്കുന്നത്. അതായത് ആദ്യം നമുക്ക് ലഭിച്ചിരിക്കുന്ന കാർഡ്
ദേ ആർ ദ വൺ. അതായത് നിങ്ങൾ ഇപ്പോൾ സിംഗിൾ ആണെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിലേക്ക് അനുയോജ്യമായ ഒരു പങ്കാളിയെ തിരഞ്ഞുകൊണ്ടിരിക്കുകയാണെങ്കിൽ, യൂണിവേഴ്സ് നിങ്ങൾക്ക് തരുന്ന മറുപടി ഇതാണ്: നിങ്ങൾ ആഗ്രഹിക്കുന്ന, നിങ്ങളെ മനസ്സിലാക്കുന്ന ആ വ്യക്തിയെ നിങ്ങൾ ഇതിനകം തന്നെ കണ്ടുമുട്ടി കഴിഞ്ഞു എന്നുള്ളതാണ് യൂണിവേഴ്സ് നിങ്ങൾക്ക് നൽകുന്ന സൂചന. ഒരുപക്ഷെ നിങ്ങളുടെ സുഹൃത്തുക്കളുടെ കൂട്ടത്തിലോ ജോലി സ്ഥലത്തോ അല്ലെങ്കിൽ മുൻപ് പരിചയപ്പെട്ട ആരെങ്കിലുമോ ആകാം അത്. നിങ്ങൾ ഒരു പുതിയ ആളെ തേടി അലയേണ്ടതില്ല. നിങ്ങളുടെ ചുറ്റുമുള്ള മനുഷ്യരിലേക്ക് ഒന്ന് കണ്ണോടിച്ചു നോക്കുക, ഒന്ന് ശ്രദ്ധിച്ചു നോക്കുക. ആ സ്പാർക്ക് നിങ്ങൾക്ക് കണ്ടെത്താൻ സാധിക്കും എന്നാണ് പറയുന്നത്. ഓൾറെഡി കമ്മിറ്റഡ് ആയിട്ടുള്ള ആളുകൾ, മാരീഡ് പേഴ്സൺസ് ആണെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു ഡൗട്ടും വേണ്ട. നിങ്ങളുടെ കൂടെ ഉള്ളത് നിങ്ങളുടെ പാർട്ട്ണർ തന്നെയാണ്. നിങ്ങളുടെ റൊമാൻറ്റിക് പാർട്ട്ണർ, നിങ്ങൾക്ക് യൂണിവേഴ്സ് നിശ്ചയിച്ച പാർട്ട്ണർ തന്നെയാണ്. എന്തെങ്കിലും പ്രതിസന്ധികളൊക്കെ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് മാറാൻ പോകുന്ന ഒരു സമയമാണ്. എന്തായാലും ഈ 30 ദിവസം അത് നിങ്ങൾക്ക് അനുഭവത്തിൽ വരാൻ പോകുന്ന ഒരു സമയമായിരിക്കും അത്. ഓക്കെ, രണ്ടാമത്തെ കാർഡ് കീപ് ദ ഡോർ ഓപ്പൺ എന്ന് ഉള്ള കാർഡാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അതായത് പ്രാക്ടിക്കലായിട്ട് യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഏതെങ്കിലും ഒരു റിലേഷൻഷിപ്പ് അത് വർക്കാകാതെ ശരിയാവുന്നില്ല, അതിന്റെ ഒരു എനർജി നമുക്ക് ഗുണകരമാവുന്നില്ല, അതങ്ങനെ അവസാനിച്ചെങ്കിൽ ആ അടഞ്ഞുപോയ വാതിലിലേക്ക് മാത്രം നോക്കി നിങ്ങളുടെ സമയം കളയരുത് എന്നാണ് പറയുന്നത്. ഇതൊരു ജനറൽ കളക്റ്റീവ് ആയിട്ടുള്ള റീഡിംഗ് ആണ്. അതുകൊണ്ട് ഇത് കാണുന്ന ഈ പറയുന്ന 3 കാര്യവും ഒരേ ആൾക്ക്, ഇത് കേൾക്കുന്ന നിങ്ങൾക്ക് ബാധകമാവില്ല. നമുക്ക് റെസനേറ്റ് ആവുന്ന കാര്യങ്ങൾ മാത്രം എടുത്താൽ മതി. അതായത് നമ്മുടെ ഓരോരുത്തരുടെയും സിറ്റുവേഷൻസ്, ലൈഫിലെ സാഹചര്യങ്ങൾ എല്ലാം വ്യത്യസ്തമായിരിക്കും. ഇപ്പൊ സിംഗിൾസ് കാണുന്നുണ്ടാവും, കമ്മിറ്റഡും മാരീഡും ഒക്കെ ആയിട്ടുള്ള ആളുകൾ കാണുന്നുണ്ടാവും. അപ്പോൾ അതിലുള്ള എനർജി അവരവർക്ക് എങ്ങനെയാണ് യോജിക്കുന്നത് ആ രീതിയിലുള്ളത് മാത്രം ഇതിൽ വന്നിട്ടുണ്ടെങ്കിൽ, അതായത് ടാരോ റീഡിംഗ് പൊതുവായി പറഞ്ഞതാണ്. ഒറാക്കിളിൽ സ്പെഷ്യൽ ആയിട്ട് എന്തെങ്കിലും നിങ്ങൾക്ക് യൂണിവേഴ്സ് നൽകുന്നുണ്ടെങ്കിൽ മാത്രം അതെടുത്താൽ മതിയാകും കേട്ടോ. ഓക്കെ, അപ്പൊ ഇവിടെ പറയുന്നത്, അങ്ങനെ എന്തെങ്കിലും ഒരു കാര്യം അവസാനിച്ചു പോയിട്ടുണ്ടെങ്കിൽ, അതിനെപ്പറ്റി നിരാശയിലും വിഷമത്തിലും ഒക്കെയാണ് നിങ്ങൾ ഇരിക്കുന്നതെങ്കിൽ, ആ ഡോർ, ആ വാതിലടഞ്ഞതിലേക്ക്, അതിലേക്ക് മാത്രം, അടഞ്ഞു കിടക്കുന്ന വാതിലേക്ക് മാത്രം നോക്കി നിങ്ങളുടെ സമയം കളയരുത്. കഴിഞ്ഞു പോയ കാലത്തെ, അല്ലെങ്കിൽ നിങ്ങളെ ഉപേക്ഷിച്ചു പോയ, അല്ലെങ്കിൽ അവസാനിച്ചു പോയ ഒരു ബന്ധം, അല്ലെങ്കിൽ ആ ബന്ധത്തിൽ ഉണ്ടായിരുന്ന ആ വ്യക്തിയെ പറ്റി, തകർന്നു പോയ ആ പഴയ റിലേഷൻഷിപ്പിനെ പറ്റി ഓർത്ത് വിഷമിച്ച് നിങ്ങൾ നിങ്ങളുടെ മനസ്സിന്റെ വാതിൽ അടച്ചുപൂട്ടി വെച്ചിരിക്കുകയാണ്. എന്നാൽ യൂണിവേഴ്സ് പറയുന്നത് ആ അടഞ്ഞ വാതിലിൽ നിന്നും നിങ്ങളുടെ ശ്രദ്ധ മാറ്റാൻ വേണ്ടിയാണ്. കാരണം നിങ്ങൾക്ക് മുന്നിൽ പുതുതായിട്ട് തുറക്കപ്പെട്ടിരിക്കുന്ന മനോഹരമായ അവസരങ്ങളും പുതിയ മനുഷ്യരും നിങ്ങളെ കാത്തിരിപ്പുണ്ട്. വരാൻ പോകുന്ന നല്ല ബന്ധങ്ങൾക്കായി നിങ്ങളുടെ മനസ്സ് തുറന്നു തന്നെ വെക്കാൻ വേണ്ടിയിട്ടാണ് യൂണിവേഴ്സ് പറയുന്നത്. അടുത്ത കാർഡ്, ലീവ് യുവർ ഫിയേഴ്സ് ബിഹൈൻഡ്. അതായത് ഈ അടുത്ത 30 ദിവസത്തിനുള്ളിൽ നിങ്ങളുടെ ഉള്ളിലുള്ള എല്ലാ ഭയങ്ങളെയും ആശങ്കകളെയും നിങ്ങൾ ദൂരെ എറിയണം. ഇനി വരുന്ന ബന്ധവും തകർന്നു പോകുമോ, ഇയാൾ എന്നെ ചതിക്കുമോ, അല്ലെങ്കിൽ കല്യാണം നടക്കാത്ത ആളുകളാണെങ്കിൽ എനിക്കിപ്പോഴും വിവാഹവും ഇനി നടക്കാനൊന്നും പോകുന്നില്ല എന്നൊക്കെയുള്ള നെഗറ്റീവായിട്ടുള്ള എന്ത് ചിന്തയാണോ നിങ്ങളുടെ ലൈഫിൽ റിലേഷൻഷിപ്പുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ഇപ്പോൾ ഉള്ളത്, അത് നിങ്ങൾ അവസാനിപ്പിക്കണം. മനസ്സിലായോ? കാരണം മുൻകാല അനുഭവങ്ങളിൽ നിന്നുള്ള ഭയമാണ് നിങ്ങളുടെ പുതിയ ബന്ധങ്ങൾ തളിർക്കുന്നതിനും വളരുന്നതിനും തടസ്സമായിട്ട് നിൽക്കുന്നത്. ആ ഭയത്തെ നിങ്ങൾ ഇപ്പോൾ ഉപേക്ഷിക്കുവാനോ, അല്ലെങ്കിൽ നിങ്ങളുടെ തന്നെ ഒരു എന്താ പറയാ, നിങ്ങളോട് തന്നെ ഒരു ഹാർഡായിട്ട് പെരുമാറാതെ, എന്നാണ് ഇത് അവസാനിച്ചത്, അല്ലെങ്കിൽ ഇപ്പൊ കൂടെ ഉണ്ടെങ്കിൽ തന്നെ അത് വേണ്ട, വർക്കാവുന്നില്ല എന്നുള്ളൊരു ധാരണയിൽ നിങ്ങൾ എത്തിയാൽ പിന്നെ അതിനെ വർക്കൗട്ട് ആക്കാൻ വേണ്ടി നോക്കണ്ട. അത് പൊയ്ക്കോട്ടെ, അത് അങ്ങോട്ട് കഴിഞ്ഞു പൊയ്ക്കോട്ടെ. ഇനി അതിന്റെ പുറകെ നടക്കണ്ട. ആ ഒരു ഭയത്തിൽ നിങ്ങൾ ജീവിക്കേണ്ട. നിങ്ങളുടെ ഭയം എപ്പോഴാണോ നിങ്ങൾ ഉപേക്ഷിക്കുന്നത്, ആ സമയം തന്നെ നിങ്ങളുടെ റിലേഷൻഷിപ്പ്, നിങ്ങളുടെ പ്രണയ ജീവിതം വളരെ മനോഹരമായി മാറാൻ തുടങ്ങും. ആത്മവിശ്വാസത്തോടെയും സ്നേഹത്തോടെയും മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ടാണ് യൂണിവേഴ്സ് ഇവിടെ പറയുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് നിങ്ങളുടെ പ്രണയ ജീവിതത്തെ കുറിച്ചുള്ള ഒറാക്കിൾ സന്ദേശം നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇനി അടുത്തതായിട്ട് നിങ്ങളുടെ കരിയർ എങ്ങനെയായിരിക്കും എന്ന് നമുക്ക് നോക്കാം. കരിയറിൽ അല്ലെങ്കിൽ ബിസിനസ് മേഖലയിൽ എന്ത് കാര്യമാണ് ഈ ഒരു മാസം നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നത്? എന്താണ് യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നത്? പർപ്പസ്ഫുൾ കരിയർ എന്ന ഒറാക്കിൾ ഡെക്കിൽ നിന്നാണ് നമ്മൾ അതിന് വേണ്ടിയിട്ട് മെസ്സേജ് എടുക്കുന്നത്. ഓക്കെ, ഈ കാർഡ് നിങ്ങളുടെ കരിയറിനെ കുറിച്ച് വളരെ പോസിറ്റീവായ 2 കാര്യങ്ങളാണ് സംസാരിക്കുന്നത്. ഇതിൽ എഴുതിയിരിക്കുന്നത് കാണാമോ? ഇറ്റ്സ് ടൈം ടു സെലിബ്രേറ്റ് യുവർ ഹാർഡ് വർക്ക് ആൻഡ് ഈവൻ യുവർ സ്മോൾ വിൻസ്. അൺഎക്സ്പെക്ടഡ് ഇൻകം ഓർ എ പേ റൈസ് ഈസ് ഓൺ ദ ഹൊറൈസൺ. നിങ്ങളോട് ഒരല്പം സന്തോഷിക്കാനായിട്ട് യൂണിവേഴ്സ് ആവശ്യപ്പെടുകയാണ്. ഇത്രയും കാലം നിങ്ങൾ നിങ്ങളുടെ ജോലിയിലോ ബിസിനസ്സിലോ ചെയ്ത കഠിനാധ്വാനത്തെ കുറിച്ച് ഓർത്ത് നിങ്ങൾ തന്നെ അഭിമാനിക്കേണ്ട സമയമാണ്.
നിങ്ങളൊന്ന് സെലിബ്രേറ്റ് ചെയ്യാൻ വേണ്ടി, നിങ്ങളുടെ ഹാർഡ് വർക്കിനെ, നിങ്ങളുടെ കഴിവുകളെ അപ്രീഷിയേറ്റ് ചെയ്യാൻ വേണ്ടി, അത് സെലിബ്രേറ്റ് ചെയ്യാൻ വേണ്ടിയാണ് യൂണിവേഴ്സ് പറയുന്നത്. വലിയ വിജയങ്ങൾക്ക് വേണ്ടി സെലിബ്രേഷനെ മാറ്റിവെക്കേണ്ട കാര്യമില്ല. ചെറിയ ചെറിയ കാര്യങ്ങളും ചെറിയ ചെറിയ അച്ചീവ്മെന്റും ആഘോഷിക്കപ്പെടേണ്ടത് തന്നെയാണ്. നിങ്ങളുടെ വലിയ വിജയങ്ങൾ മാത്രമല്ല, നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാവുന്ന ചെറിയ പുരോഗതികൾ പോലും, അത് സ്മോൾ വിൻസ് ആയിക്കോട്ടെ, ഈ മാസം നിങ്ങൾ ആഘോഷമാക്കണം എന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. അത് നിങ്ങളുടെ കരിയറിലേക്ക് കൂടുതൽ പോസിറ്റീവ് എനർജി കൊണ്ടുവരും. രണ്ടാമതായിട്ട് പറയുന്നത്, കരിയറിലെ ഏറ്റവും വലിയൊരു സാമ്പത്തിക നേട്ടത്തിന്റെ സൂചനയാണ് ഈ കാർഡ് നൽകുന്നത്. സാമ്പത്തിക നേട്ടം നമ്മളിവിടെ കണ്ടു കഴിഞ്ഞല്ലോ, അത് ഉറപ്പിക്കുന്നതാണ്. നിങ്ങൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു വഴിയിലൂടെ പെട്ടെന്നൊരു വരുമാനം നിങ്ങളെ തേടി വരാൻ പോകുന്നു. അല്ലെങ്കിൽ നിങ്ങൾ ജോലി ചെയ്യുന്ന സ്ഥലത്ത് നിങ്ങൾക്ക് അർഹതപ്പെട്ട ഒരു ശമ്പള വർധനവോ, അതല്ലെങ്കിൽ പുതിയൊരു പ്രൊമോഷനോ, പുതിയൊരു ജോലിയാകാം ഈ 30 ദിവസത്തിനുള്ളിൽ നിങ്ങളെ തേടിയെത്തും. കരിയർ പരമായി നിങ്ങൾ ചെയ്ത അധ്വാനത്തിന്റെ മധുരമുള്ള ഫലം അനുഭവിക്കാൻ പോകുന്ന ഒരു വിരുന്നിന്റെ കാലഘട്ടമാണ് ഈ മാസം നിങ്ങളെ കാത്തിരിക്കുന്നത്. അങ്ങനെയുള്ള വിരുന്ന് നടത്തുക, അങ്ങനെയുള്ള സെലിബ്രേഷൻ നടത്തുക, അതായിരിക്കും ഈ 3 ഓഫ് കപ്സ്. അങ്ങനെ ഒരു ആഘോഷത്തോടു കൂടി തന്നെ ആവട്ടെ നിങ്ങളുടെ ഈ മാസത്തിന്റെ ആദ്യ ദിവസം എന്നുള്ളത്. മനോഹരമായ ഈ സാമ്പത്തിക നേട്ടങ്ങളുടെ സൂചനകൾ കരിയർ ഒറാക്കിളിലൂടെയും അതുപോലെ തന്നെ ടാരോ കാർഡുകളിലൂടെയും ഓവറോൾ ആയിട്ട് നമുക്ക് ലഭിച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ ആ ഒരു വിരുന്നിന്റെ കാലഘട്ടം ഒക്കെ ആസ്വദിക്കുന്നതിനോടൊപ്പം നിങ്ങൾ എന്താണ് പണപരമായ കാര്യങ്ങൾക്ക്, അതായത് നിങ്ങളിലേക്ക് ഒഴുകി വരാൻ പോകുന്ന ആ പണത്തെ എങ്ങനെ കൈകാര്യം ചെയ്യണം, സാമ്പത്തികമായി സൂക്ഷിക്കേണ്ട കാര്യങ്ങൾ എന്ത് വിവേകത്തോടു കൂടിയാണ്, നമ്മുടെ റീഡിങ്ങിൽ പറഞ്ഞല്ലോ നിങ്ങളുടെ വിവേകം ഉപയോഗിക്കണമെന്ന്, അത് എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് എന്നറിയാൻ വേണ്ടിയിട്ട് നമ്മൾ വിസ്ഡം ഒറാക്കിൾ കാർഡ് എടുക്കുകയാണ്. ഓക്കെ, അപ്പോൾ എന്താണ് പണം കൈകാര്യം ചെയ്യുന്നതിനെ പറ്റി, ഒരു സാമ്പത്തികത്തിന്റെ കുത്തൊഴുക്ക് നിങ്ങളിലേക്ക് ഉണ്ടാകുമ്പോൾ അതെങ്ങനെ കൈകാര്യം ചെയ്യണം എന്നതിനെ പറ്റി യൂണിവേഴ്സ് നൽകുന്ന നിർദ്ദേശം. ജമ്പേഴ്സ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. 3 കാർഡ്സ് കിട്ടിയിട്ടുണ്ട്. പേഴ്സ്, ഹയർ പവർ, ഓർഫൻഡ്. 3 പവർഫുൾ ആയിട്ടുള്ള മെസ്സേജസ് ആണ് ഫൈനാൻസുമായിട്ട് ബന്ധപ്പെട്ട് യൂണിവേഴ്സ് നൽകിയിരിക്കുന്നത്. ആദ്യം തന്നെ വന്നിരിക്കുന്നത് 48 നമ്പർ ആയിട്ടുള്ള പേഴ്സ്റ്റ് എന്ന് പറഞ്ഞ കാർഡാണ്. അതായത് പൂർണ്ണ സജ്ജനായിരിക്കുക എന്നാണ് യൂണിവേഴ്സ് നിർദ്ദേശിക്കുന്നത്. നിങ്ങളുടെ സാമ്പത്തിക ജീവിതത്തിൽ ഒരു വലിയ മാറ്റം ഇവിടെ ഡെത്ത് കാർഡിലൂടെ കണ്ടല്ലോ. ക്യൂൻ ഓഫ് പെന്റക്കിൾസും കിങ് ഓഫ് പെന്റക്കിൾസും എല്ലാം നമുക്കത് കാണിച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വലിയ മാറ്റത്തിനോ അല്ലെങ്കിൽ നല്ലൊരു അവസരത്തിനുള്ള സമയമായി എന്നാണ് ഈ കാർഡ് കാണിക്കുന്നത്. നിങ്ങളൊരു പുതിയ ബിസിനസ് തുടങ്ങാനോ നിക്ഷേപം നടത്താനോ അല്ലെങ്കിൽ പുതിയൊരു ജോലിയിലേക്ക് മാറാനോ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിനുള്ള എല്ലാ കഴിവുകളും സാഹചര്യങ്ങളും ഇപ്പോൾ നിങ്ങൾക്കുണ്ട്. മുൻകാലങ്ങളിലെ തെറ്റായ സാമ്പത്തിക കാര്യങ്ങളെ പറ്റി അല്ലെങ്കിൽ സാമ്പത്തിക കാര്യങ്ങളിൽ നിങ്ങൾക്ക് പറ്റിയ തെറ്റുകളിൽ നിന്ന് നിങ്ങൾ ഇപ്പോൾ ആവശ്യത്തിനുള്ള കാര്യങ്ങൾ പഠിച്ചു കഴിഞ്ഞു. ഇപ്പോൾ നിങ്ങൾ കൃത്യമായ ധാരണയോടെ ആത്മവിശ്വാസത്തോടെ മുന്നോട്ട് പോകാൻ റെഡിയായി നിൽക്കുന്ന അവസ്ഥയിലാണ്. അവസരങ്ങൾ വരുമ്പോൾ മടിക്കാതെ, പേടിക്കാതെ, ഭയം മാറ്റിവെച്ച് ധൈര്യമായിട്ട് മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ടാണ് യൂണിവേഴ്സ് പറയുന്നത്. പിന്നെ ഒരു വിശ്വാസം, ഒരു എല്ലാ കാര്യങ്ങളും കൂടി സ്വന്തം ചുമലിൽ മാത്രം ഏറ്റി അങ്ങനെ ആകുലപ്പെടേണ്ട സാഹചര്യമൊന്നുമില്ല. കാരണം ഹയർ പവർ ആണ് വന്നിരിക്കുന്നത്. നിങ്ങളോടൊപ്പം ഹയർ പവർ ഉണ്ട്. സാമ്പത്തിക കാര്യങ്ങളിൽ നമ്മൾ എപ്പോഴും ആശങ്കപ്പെടാറുണ്ട്, അതൊരു തെറ്റായ കാര്യമല്ല. എന്നാൽ ഈ കാർഡ് നിങ്ങളോട് പറയുന്നത് അങ്ങനെ അമിതമായിട്ട് ആശങ്കപ്പെടേണ്ട കാര്യമില്ല. കെയർഫുൾ ആയിരിക്കണം കാര്യങ്ങളിൽ. പക്ഷെ അത് എന്താ പറയാ, സാമ്പത്തിക അച്ചടക്കം വേണം, എന്നാൽ കഠിനാധ്വാനം ചെയ്യണം. എന്നാൽ അതിന്റെ ഫലത്തെക്കുറിച്ച് അമിതമായിട്ട് വ്യാകുലപ്പെടേണ്ട എന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. യൂണിവേഴ്സിന്റെ ഒരു ഉയർന്ന ശക്തി, ഒരു ഹയർ പവർ നിങ്ങളോടൊപ്പം ഉണ്ട്. അതിൽ വിശ്വസിക്കുക. പണം കൈകാര്യം ചെയ്യുമ്പോൾ യുക്തി മാത്രം നോക്കാതെ നിങ്ങളുടെ ഒരു ഇൻറ്റ്യൂഷനെ നിങ്ങൾ ശ്രദ്ധിക്കുക. നിങ്ങളുടെ മനസ്സ് എന്താണ് പറയുന്നത്, മനസ്സിന്റെ ആ ശബ്ദം നിങ്ങൾ കേൾക്കാൻ ശ്രമിക്കുക. അത് നിങ്ങളെ ശരിയായ വഴിയിലേക്ക്, നിക്ഷേപങ്ങളിലേക്കാണെങ്കിലും തീരുമാനങ്ങളിലേക്കാണെങ്കിലും ഒക്കെ നയിക്കും എന്നാണ് യൂണിവേഴ്സ് ഇവിടെ ഉറപ്പ് നൽകുന്നത്. കാരണം യൂണിവേഴ്സ് നിങ്ങളോടൊപ്പം ഉണ്ട്. നിങ്ങളെ ഗൈഡ് ചെയ്യാൻ വേണ്ടി ഭയപ്പെടേണ്ട കാര്യമില്ല. അതുപോലെ ഒറ്റപ്പെടലും ഭീതിയും സുരക്ഷിതത്വം ഇല്ലായ്മയും എല്ലാം നിങ്ങളെ അലട്ടുന്ന ഒരു പ്രശ്നമാണ്. ഫിനാൻസ് കാര്യങ്ങളിൽ വളരെ നിർണായകമായ ഒരു മുന്നറിയിപ്പും പാഠവുമാണ് ഈ കാർഡ് നൽകുന്നത്. നിങ്ങളുടെ ഉള്ളിലുള്ള പണത്തെക്കുറിച്ച് ആലോചിക്കുമ്പോൾ നിങ്ങളുടെ ഉള്ളിലുള്ള ഭയം, അതിനെ നിങ്ങൾ തിരിച്ചറിയണം. അതായത് പണം വരുമ്പോൾ ഉണ്ടാകാൻ പോകുന്ന പ്രശ്നങ്ങളെ പറ്റി നിങ്ങൾക്ക് ഭയമാണ്. പണം വന്നു കഴിഞ്ഞാൽ, കൂടിപ്പോയാൽ അത് എങ്ങനെ കൈകാര്യം ചെയ്യും, ആളുകളിലേക്ക് പോകുമോ, ആളുകൾക്ക് കൊടുക്കാൻ അവർക്ക് കൊടുത്തില്ലെങ്കിൽ അവർക്ക് വിഷമമാകുമോ, അല്ലെങ്കിൽ ആളുകളുമായിട്ട് പണത്തിന്റെ പേരിൽ തർക്കമുണ്ടാകുമോ. പണം, നമ്മൾ പറയാറില്ലേ, ബന്ധുക്കൾ തമ്മിലൊരു ഇടപാടിൽ ഇറങ്ങി തിരിച്ചാൽ ഉറപ്പായിട്ടും തർക്കമുണ്ടാവും. അതുകൊണ്ട് ബന്ധുക്കളുമായിട്ടൊരു ബിസിനസ്സിന് നിൽക്കരുത്. അതൊക്കെ നമ്മുടെ ഉള്ളിലേക്ക് കുത്തി നിറച്ചു വെച്ചിരിക്കുന്ന ചില ധാരണകളാണ്. അങ്ങനെ ആയിക്കൊള്ളണമെന്നില്ല എല്ലായ്പ്പോഴും. എത്രയോ നല്ല ബന്ധുക്കൾ, സുഹൃത്തുക്കൾ
അവർ ചേർന്ന് ബിസിനസ് ചെയ്ത് സക്സസ്ഫുൾ ആവുന്നു. അപ്പൊ അത് മനസ്സുകളുടെ തമ്മിലുള്ള വിശ്വാസ്യതയുടെ ഒക്കെ കാര്യമാണ്. അപ്പൊ ബന്ധത്തെ ബാധിക്കാത്ത തരത്തിൽ, എന്നാൽ രണ്ടുപേരും നല്ല രീതിയിൽ, അല്ലെങ്കിൽ നമ്മൾ എത്ര പേര് ചേർന്നിട്ടാണെങ്കിലും അത് നല്ല രീതിയിൽ കൊണ്ടുപോകാനും സാധിക്കും അങ്ങനെയുള്ള മനുഷ്യരാണെങ്കിൽ. അപ്പൊ അതൊരിക്കലും നമ്മൾ പണ്ട് കേട്ട് തഴക്കവും പഴക്കവും വന്ന ചില കാര്യങ്ങൾ നിങ്ങളെ ഭയപ്പെടുത്തുന്നുണ്ട് എന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാവുന്നത്. അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് ആരുമില്ല, പണം തീർന്നു പോയാൽ ഒറ്റക്കായി പോകും, അല്ലെങ്കിൽ എന്നെ സഹായിക്കാൻ ആരും ഉണ്ടാവില്ല, എന്നെ ആളുകൾ പറ്റിക്കും, അങ്ങനെ തരത്തിലുള്ള ഒരു ഭയം, ഒരു സ്കാർസിറ്റി മൈൻഡ് സെറ്റ് നിങ്ങളുടെ ഉള്ളിലുണ്ടെന്ന് ഈ കാർഡ് സൂചിപ്പിക്കുന്നു. പണത്തോടുള്ള ഭയം കാരണം തെറ്റായ തീരുമാനങ്ങൾ എടുക്കാനായിട്ട് സാധ്യതയുണ്ട്. അതായത് പണം വേണ്ടെന്ന് വെക്കുക, പണം വലിയൊരു രീതിയിൽ നിങ്ങളിലേക്ക് വരാൻ സാധ്യതയുണ്ട് എന്ന് കാണുമ്പോൾ എനിക്ക് അത്രയും വേണ്ട, പണം വേണമെന്നുണ്ട്, പക്ഷെ പണം എന്റെ കയ്യിലേക്ക് വന്നാൽ ഞാൻ മറ്റുള്ളവരുമായിട്ട് തർക്കത്തിലേക്ക് പോകേണ്ടി വരും, അല്ലെങ്കിൽ അതെനിക്ക് സൂക്ഷിക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ പണം വരുന്നതിന് വേണ്ടിയിട്ട്, പണക്കാരനാകാൻ വേണ്ടിയിട്ട് തെറ്റായ ബിസിനസ്സുകളിൽ ചെന്നത് ചാടുക, അനാവശ്യമായിട്ട് പണം പൂഴ്ത്തി വെക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചിലപ്പോൾ ചെയ്തേക്കാം. അതിനുള്ളൊരു പരിഹാരം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഒറ്റയ്ക്കല്ലെന്ന് ആദ്യം മനസ്സിലാക്കുക. ഇവിടെ ഇതിനോട് ചേർന്ന് വന്നിരിക്കുന്നത് നിങ്ങൾ ഇപ്പോൾ പൂർണ്ണ സജ്ജനായിട്ട് നിൽക്കുകയാണ്. നിങ്ങൾ ഭയപ്പെടേണ്ട, യൂണിവേഴ്സ് നിങ്ങളോടൊപ്പം ഉണ്ട്, യൂണിവേഴ്സിന്റെ ഹയർ പവർ നിങ്ങളോടൊപ്പം ഉണ്ട്. നിങ്ങൾ ഒറ്റയ്ക്കല്ലെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ് യൂണിവേഴ്സ് പറയുന്നത്. പേടിക്കേണ്ട. സാമ്പത്തിക കാര്യങ്ങളിൽ വിശ്വസ്തരായ സുഹൃത്തുക്കളുടെയോ കുടുംബത്തിന്റെയോ അല്ലെങ്കിൽ ഒരു ഫൈനാൻഷ്യൽ അഡ്വൈസറുടെയോ സഹായം തേടാൻ നമുക്കിന്ന് ഓപ്ഷൻ ഉണ്ടല്ലോ. അതനുസരിച്ച് അങ്ങനെ പണം നിങ്ങളിലേക്ക് വരുമ്പോൾ നിങ്ങൾക്കത് അങ്ങനെ അതിനുള്ള മാർഗങ്ങളും അത് സുരക്ഷിതമാക്കി വെക്കാനും നിങ്ങൾ ഭയക്കുന്ന കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാതിരിക്കാനും ഒക്കെ നിങ്ങൾക്ക് അത് നല്ല രീതിയിൽ കൊണ്ടുപോകാൻ നിങ്ങൾക്ക് സാധിക്കും. അപ്പൊ അതുകൊണ്ട് നിങ്ങളുടെ നിലവിലെ സാമ്പത്തിക സാഹചര്യം മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ട് പണം ഇല്ലാതാകുമോ എന്ന ഒറ്റപ്പെടലിന്റെയും സുരക്ഷിതത്വമില്ലായ്മയുടെയും ഭയം ആദ്യം തന്നെ മനസ്സിൽ നിന്ന് മാറ്റാൻ വേണ്ടിയാണ് യൂണിവേഴ്സ് നിർദ്ദേശിക്കുന്നത്. യൂണിവേഴ്സിന്റെ ഹയർ പവർ, പ്രപഞ്ച ശക്തിയുടെ, അല്ലെങ്കിൽ നിങ്ങൾ ആരെയാണോ വിശ്വസിക്കുന്നത്, പ്രാർത്ഥിക്കുന്നത്, നമ്മുടെ ഓരോരുത്തരുടെയും വിശ്വാസം ഉണ്ടല്ലോ, ആ ഒരു ഉയർന്ന ശക്തിയുടെ കരുതൽ നിങ്ങൾക്കുണ്ടെന്ന് വിശ്വസിച്ച് ഭയമില്ലാതെ കാര്യങ്ങളെ സമീപിക്കാൻ വേണ്ടിയാണ് ഇവിടെ പറയുന്നത്. സാമ്പത്തികമായി വലിയൊരു വിജയത്തിലേക്കും വളർച്ചയിലേക്കും ചുവട് വെക്കാൻ നിങ്ങളിപ്പോൾ പൂർണ്ണമായും സജ്ജരായിട്ടിരിക്കുകയാണ്. കൃത്യമായ പ്ലാനിങ്ങോടെ ധൈര്യമായിട്ട് മുന്നോട്ട് നീങ്ങുക. യൂണിവേഴ്സ് ഈ 30 ദിവസത്തിനുള്ളിൽ സമൃദ്ധിയും അബൻഡൻസും സാമ്പത്തികമായ ഒരു കുത്തൊഴുക്കും നിങ്ങളിലേക്ക് കൊണ്ടുവരാൻ പോവുകയാണ്. നിങ്ങളുടെ റിലേഷൻഷിപ്പിലും നിങ്ങളുടെ സൗഹൃദങ്ങളിലും നിങ്ങളുടെ ജീവിതത്തിൽ ഇതുവരെ ഉണ്ടായിരുന്ന എല്ലാ പ്രതിസന്ധികളിലും വലിയ മാറ്റം കൊണ്ടുവരാൻ വേണ്ടി പോകുന്നു. നല്ല സമാധാനവും സന്തോഷവും നിറയ്ക്കാൻ വേണ്ടിയിട്ട് പോകുന്നു. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് അതിന്റെ പൂർണ്ണതയിൽ അതെല്ലാം അനുഭവിക്കാൻ ഈ വരുന്ന 30 ദിവസങ്ങൾക്കുള്ളിൽ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. നിങ്ങളുടെ അനുഭവം എന്താണെന്നും ഇതുമായി ബന്ധപ്പെട്ട നമ്മൾ ഒരുപാട് കാര്യം പറഞ്ഞല്ലോ, ഇതെങ്ങനെയാണ് നിങ്ങൾക്ക് റിലേറ്റ് ചെയ്യാൻ സാധിച്ചതെന്നും നിങ്ങൾ കമന്റ് ചെയ്താൽ അതറിയാൻ വളരെ സന്തോഷമാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്കും അതുപോലെ തന്നെ സബ്സ്ക്രൈബും ചെയ്യാനായിട്ട് മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ നോട്ടിഫിക്കേഷൻ ബട്ടൺ കൂടി അമർത്തിയാൽ നമ്മളിടുന്ന വീഡിയോന്റെ നോട്ടിഫിക്കേഷൻ ഉടൻ തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അപ്പം തുടർന്നുള്ള വീഡിയോസും നിങ്ങൾക്ക് അതാത് സമയം തന്നെ കാണാൻ വേണ്ടിയിട്ട് സാധിക്കും. ഓക്കെ, അപ്പോൾ ചാനലിന്റെ മെമ്പർഷിപ്പ് ആക്റ്റീവ് ആണ്. നിങ്ങൾക്ക് അനുയോജ്യമായ പ്ലാനുകൾ ഉണ്ടെങ്കിൽ അതുകൂടി എടുത്ത് ചാനലിനെ സപ്പോർട്ട് ചെയ്യണം എന്നും കൂടി അഭ്യർത്ഥിക്കുകയാണ്. അപ്പോൾ വീണ്ടും കാണാം. ബൈ.